ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. UK സ്കിൽഡ് വർക്കർ വിസയുടെ സാലറി ത്രെഷോൾഡ് 41,700 പൗണ്ട് അല്ലേ? ഇതിലെന്താ ഇത്ര അറിയാനെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എന്നാൽ എല്ലാ ജോലികൾക്കും വേണ്ട സാലറി ത്രെഷോൾഡ് 41,700 പൗണ്ട് അല്ല എന്ന് നിങ്ങൾക്കറിയാമോ? UK ഗവൺമെൻറ് പുതിയതായിട്ട് പ്രഖ്യാപിച്ച ഇമിഗ്രേഷൻ റൂൾ ചേഞ്ചസിലെ ഏറ്റവും വലിയ ഹൈലൈറ്റും അതുതന്നെയാണ്. എല്ലാ ജോലികൾക്കും വേണ്ട സാലറി ത്രെഷോൾഡ് 41,700 പൗണ്ട് അല്ല. പല ജോലികൾക്കും അതിൻ്റെ ഇരട്ടിയിലധികവും അല്ലെങ്കിൽ അതിൽ കൂടുതലും, ചില ജോലികൾക്ക് 41,700 പൗണ്ടിൽ കുറവുമാണ്. എങ്ങനെയാണ് നിങ്ങളുടെ ജോലിയുടെ യഥാർത്ഥ സാലറി ത്രെഷോൾഡ് കണ്ടുപിടിക്കാൻ പറ്റുക എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഗോയിങ് റേറ്റ് ഫോർ UK സ്കിൽഡ് വർക്കർ വിസ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണ്. ആ സെർച്ച് ലിസ്റ്റിൽ വരുന്ന ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇനി അതല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് വേണമെങ്കിൽ എനിക്കൊന്ന് DM ചെയ്താൽ മതി, ഞാൻ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. സോ നിങ്ങൾ ഈ ഒരു പേജിൽ നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഗോയിങ് റേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോളം നിങ്ങളുടെ ജോബ് കോഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് സൈഡിൽ കിടക്കുന്നത് കാണാം. നിങ്ങൾ പുതിയതായിട്ട് ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഗോയിങ് റേറ്റിൽ ഏതാണോ റേറ്റ് കൊടുത്തിട്ടുള്ളത് അതായിരിക്കും നിങ്ങളുടെ ജോലിയുടെ യഥാർത്ഥ സാലറി ത്രെഷോൾഡ് എന്ന് പറയുന്നത്. നമുക്ക് ഒക്യുപ്പേഷൻ കോഡ് 1111 എക്സാമ്പിളായിട്ട് എടുക്കാം. ചീഫ് എക്സിക്യൂട്ടീവ്സ് ആൻഡ് സീനിയർ ഒഫീഷ്യൽസ് ആണ് ഈ ഒരു ജോബ് കാറ്റഗറിയിൽ വരുന്നത്. ഈ ജോലിയുടെ സ്റ്റാൻഡേർഡ് ഗോയിങ് റേറ്റ് നോക്കുമ്പോഴത്തേക്കിന് 88,100 പൗണ്ട് എന്നാണ് കാണിക്കുന്നത്. അതായത് 41,700 പൗണ്ട് അല്ല, 88,100 പൗണ്ടാണ് ഈ ജോലിക്ക് ആവശ്യമായിട്ടുള്ള മിനിമം സാലറി ത്രെഷോൾഡ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ താഴേക്ക് നോക്കുകയാണെങ്കിൽ പല ജോലികൾക്കും ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാലറി ത്രെഷോൾഡാണ് ഈ ഒരു സ്കിൽഡ് വർക്കർ വിസ ജോബ് കാറ്റഗറിയിൽ വന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ജോബ് കോഡിൻ്റെ, ഒക്യുപ്പേഷൻ കോഡിൻ്റെ സ്കിൽഡ് വർക്കർ ത്രെഷോൾഡ് എത്രയാണെന്ന് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക.